എക്സസൈസ് 8.2 തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എക്സസൈസ് 8.2 തേർഡ് ക്വസ്റ്റ്യൻ. എഴുതിയ ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ പറഞ്ഞേക്കണൊക്കെ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത്, എയ്ത്ത് ആൻഡ് 11th ടേം ഓഫ് എ ജി പി. ദ ഫിഫ്ത്ത്, എയ്ത്ത് ആൻഡ് 11th ടേം, ഫിഫ്ത്ത്, എയ്ത്ത് and 11th term of a GP are P, Q and S respectively. P, Q and S respectively. Show that Q square is equal to PS. Show that Q square is equal to PS. അപ്പൊ ഇവരെന്താ പറഞ്ഞേക്കണേ, ഫിഫ്ത്ത് ടേമും 8th ടേമും 11th ടേമും പിയും ക്യൂ എസ് ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് പി ഇൻറ്റു എസ് ആണ് കാണിക്കണം. അപ്പൊ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്താ? A5 അല്ലെ? A5ന്റെ ഇക്വേഷൻ എന്താ? A5 is equal to AR raised to 4. അതെന്താന്നാ പറഞ്ഞേക്കണ? which is equal to P. ഇനി മറ്റേതാ? A8 AR raised to 7 അല്ലെ? which is equal to എന്താ പറഞ്ഞേക്കണ? Q. പിന്നെ 11th ടേം A11 is equal to AR raised to 10 which is equal to S. ഇനി ഇവിടെ തന്നേക്കണ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എസ് എന്നല്ലേ തന്നേക്കണ. അപ്പൊ ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ? ക്യൂ എന്ന് പറയുന്നത് എന്താ? 8th ടേം അല്ലേ? അപ്പൊ ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? AR raised to 7ന്റെ സ്ക്വയർ അല്ലേ ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് AR raised to 7ന്റെ സ്ക്വയർ ആണ് ക്യൂ സ്ക്വയർ. ഇനി AR raised to 7 ഇൻറ്റു ഇത് നമുക്ക് എങ്ങനെ എഴുതാം? A സ്ക്വയർ R raised to 14 നേരും. which is equal to A സ്ക്വയർ R raised to 14. ഇനി നോക്കിക്കേ, ഈ A സ്ക്വയർ R raised to 14 ഈ പിയും എസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, പി എന്താ ഇവിടെ? AR raised to 4. അപ്പൊ which is equal to ഒരു എയും ഒരു R raised to 4 ഒരുമിച്ച് എഴുതി ഞാൻ. പിന്നെന്താ? ബാക്കിയുള്ള ഒരു എയും പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? 14 ആണ്. ആ AR raised to 10 ഒന്നും എഴുതി. അപ്പൊ AR raised to 4 എന്ന് പറയുന്നത് എന്താ? പിയും AR raised to 10 എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇതൊന്നും വരില്ല കേട്ടോ പരീക്ഷ. എന്ത് ട്രീറ്റ്? നിങ്ങൾക്ക് ഞാൻ ആ പരീക്ഷ പേപ്പർ നോക്കിയിട്ടുണ്ട്, അതിന്റെ 2 തെറി പറയാൻ വേണമെങ്കിൽ. മാനസ് വന്നില്ലല്ലേ? മാനസിനായിരുന്നു ഭയങ്കര കോൺഫിഡൻസ്. അല്ല, പരീക്ഷയുടെ പേപ്പർ വേണമെന്ന് പറഞ്ഞിരുന്നേ. അവന് കുറെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, 2 ദിവസത്തിനൊക്കെ സ്കിപ്പ് ചെയ്താൽ കഴിഞ്ഞാടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കെ, ദ 4th ടേം ഓഫ് എ ജി പി ഈസ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കെ,
The fourth term of a GP is square of its second term and first term. A square of its second term. The fourth term of a GP is square of its second term. And the first term is -3. എന്താ ഞാൻ പഠിക്കാനിരിക്കണേ? പരീക്ഷ പേപ്പറിൽ എന്താ കാണിച്ചു വെച്ചേക്കണം? നീ പഠിച്ചിട്ടാണ് എഴുതിയത്? നീ അതൊക്കെ എടുത്തപ്പോ ഉണ്ടായ ഇവിടെ? എടുത്തപ്പോ ഉണ്ടായില്ല ഇവിടെ? ആണല്ലേ? ഇവന് ഏത് ചാപ്റ്റർ തുടങ്ങിയപ്പോഴാണ് നീ വന്നത്? ഇനീക്വാളിറ്റി തുടങ്ങിയപ്പോ വന്നായിരുന്നാ? എടാ ഇവൻ ഐയുടെ ടൈം ഒക്കെ എടുത്തപ്പോ ഉണ്ടായിരുന്നില്ലേടാ? കോംപ്ലക്സ് ഇനീക്വാളിറ്റി എടുത്തപ്പോഴാണ് ഉണ്ടായത്? അല്ല, കോംപ്ലക്സ് നമ്പേഴ്സ് ബൈനോമിയൽ എടുത്തപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ അടുത്ത ചാപ്റ്റർ ബൈനോമിയലാണ്. ടെക്സാ ഒരു ചാപ്റ്റർ ഉണ്ടുള്ളൂ ഇനി. എഴുതിയ the fourth term of a GP is square of its second term and first term. Square of its second term and the first term is -3. Determine its seventh term. അപ്പൊ ഇവരെന്താ പറഞ്ഞ? ഫോർത്ത് ടൈം എന്തിന്റെ സ്ക്വയർ ആണെന്നാ പറഞ്ഞേക്കണ? സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ. അപ്പൊ A4 is equal to A2 the whole square എന്ന് എഴുതാം അല്ലെ? A2 the whole square എന്ന് എഴുതാം. ഇനി അതായത് A4 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? A4 ഇക്വേഷൻ എന്താ? AR raised to 3 is equal to എന്തെന്ന് എഴുതാം? AR the whole square. അത് ഇക്വേഷൻ ആയിട്ട് എടുത്ത്. ഇനി നമുക്ക് ഇതിന് A കണ്ടുപിടിക്കാല്ല. സോൾവ് ചെയ്തിട്ട് A കണ്ടുപിടിച്ചേ. അല്ല, ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് അവർ. എത്ര ഫസ്റ്റ് ടൈം? A3 -3. അപ്പൊ നമുക്ക് 6ഉം കട്ട് ചെയ്യാം. ഇവിടത്തെ ഒരു സ്ക്വയറും കട്ടാകും. ഇവിടെ ക്യൂബ് അല്ലേ? അപ്പൊ 6ഉം A എന്താന്ന് കിട്ടി? R ഈക്വൽ ടു A ആണെന്ന് കിട്ടി. അപ്പൊ Rന്റെ വാല്യൂ എന്താ? അല്ല, Aയുടെ വാല്യൂ എന്താ? വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ? സെവൻത്ത് ടൈം കണ്ടുപിടിക്കാനാ പറഞ്ഞ. അപ്പൊ A7 കണ്ടുപിടിച്ചേനി. മൊത്തം ചെയ്ത് നോക്കണ്ട കേട്ടോ, വെറുതെ ആ വാല്യൂ പറഞ്ഞാൽ മതി. എന്ത് -3 the whole raised to 7 ആണ് കിട്ടിയത്. ഫൈനൽ ആൻസർ -2187. കഴിഞ്ഞാടാ?
അടുത്തത് ഇരിക്കെ സീക്വൻസ് 2, 2 റൂട്ട് 2, 4 etc. is 128 is 128 128 is the term of the sequence. ടേം ആണോ എന്നാ. ഇഫ് വേണോ? ഇഫ് 128 ഓടാ. ആ ഇതിൽ ആദ്യമേ കൊടുത്തേക്കണത് വിച്ച് ടേം ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് അതാണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. 128 ഈ സീക്വൻസിന്റെ ടേം ആണെന്ന് ചോദിച്ചേക്കണം. അപ്പൊ ആദ്യം ഫസ്റ്റ് ടേം എഴുതുക, 6 കണ്ടുപിടിക്കുക. 6 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് വിവേക്? എന്ന് പറയണ 2. സെക്കൻഡ് ടേം. അപ്പൊ 2 റൂട്ട് 2 ബൈ 2. അപ്പൊ എന്താ? റൂട്ട് 2. ഇനി നമ്മൾ എടുക്കേണ്ടത് an is equal to 128 എടുക്കാം. അപ്പൊ an is equal to 128 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ar raised to n minus 1 എന്തായിരിക്കും? which is equal to 128. ഇനി a r ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 n30. നോക്കിക്കേടാ ഇത്ര ചെയ്ത വിവേക് ആരോ അടുത്താണ് പറഞ്ഞു. എവിടെ വീണ്? ഇനി റൂട്ട് 2 raised to 1/2 ഇട്ടിട്ട് ചെയ്തേ വേഗം. റൂട്ട് 2 1/2 റൂട്ട് 2 2 raised to 1/2 ഇടുക. അപ്പൊ n minus 1/2 എന്നാവും അത് കേട്ടാ. n minus 30. ചെയ്തോ. ഇനി 128നെ 2ന്റെ പവർ ആക്കി എഴുതാം കേട്ടാ. എന്നാലല്ലേ ഇതിപ്പോ 2ന്റെ പവർ അല്ലേ, അപ്പൊ ഈ സാധനത്തിന് 2ന്റെ പവർ ആക്കി എഴുതണം. മനസ്സിലായല്ലോ? ഈ 2 അതിനപ്പുറത്തോട്ട് ഉണ്ടായാലും മതി. അപ്പൊ എന്താവും? അപ്പൊ 64 അല്ലെ? 64നെ എങ്ങനെ എഴുതാ? 2 raised to 6. അപ്പൊ n minus 1/2 ആണ് 6 അല്ലെ? അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ? n equal to 30. അനന്തശ്യാമിന് ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായ? എന്താ? അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു n കിട്ടണോണ്ടിട്ട് എന്താണ് 128 ടേമോ ആണ്. എത്രാമത്തെ ടേമാണെന്ന് കിട്ടിയത്? 13.
തുറന്നിട്ടപ്പോ കാറ്റ് വരുന്നുണ്ടല്ലോ. അനന്തശാം കഴിഞ്ഞ നീ എന്താ വീട്ടിൽ പോയിട്ടല്ലേ വന്നത് ഇന്ന്? വീട്ടിൽ പോയില്ലേ ഇന്ന്? വീഴാൻ പോയതാ? പിന്നെ അതാ ചോദിച്ചാ വീഴാൻ വേണ്ടി പോയാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കെ. √3 √3 കോമ 3 കോമ 3 √3 √3 കോമ 3 കോമ 3 √3 etc. 729 is the term of the sequence. 7 അതന്നെ കേട്ടാ. എഴുതുക, 6 കണ്ടുപിടിക്കുക, an is equal to എഴുതുക. ഇതുപോലെ തന്നെ ചെയ്തോ. ഏതാ എത്ര കിട്ടി? n equal to 12. കിട്ടിയാ? എത്ര കിട്ടി? ആര്? ഇത് ഇതിന്റെ തന്നെടാ 11th ഇല്ല, അത് കൊറേ നേരം കഴിയുമ്പോ ലോഗൗട്ട് ചെയ്തിട്ട് കിട്ടിയാടാ? എത്ര കിട്ടി? n equal to 12. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. കഴിഞ്ഞ അടുത്തത് for the value of x for what value of x for what value of x the numbers -2/7 comma x comma -7/2 are in GP. അപ്പോ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ ഇത് GP ആവണെന്ന് ചോദിച്ചേക്കണം. അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? എയും ബിയും ഒരു GPയുടെ ടേംസുകൾ ആണെങ്കിൽ നേരത്തെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, B² = AC ആണ്. എന്താണ്? B² = AC. അപ്പൊ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാലോ. അപ്പൊ ഇവിടെ ബിയുടെ സ്ഥാനത്ത് തരാം എയും ബിയും സിയും. അപ്പൊ ഇവിടെ B² എന്ന് പറഞ്ഞാൽ x² = A × C ആണ്. അപ്പൊ അത് വെച്ചിട്ട് കണ്ടുപിടിച്ചോ എക്സിന്റെ വാല്യൂ. വെറുതെ 1 ആണോ? +or -1 ആണോ? വെറുതെ 1 ആണോ?
X square is equal to plus or minus 1 ആണ്. X square equal to എന്താ വന്നേക്കണേ നിനക്ക്? അതായത് എന്താ, എക്സിന് മൈനസും വരാല്ല, സ്ക്വയർ അല്ലേ, അപ്പൊ പ്ലസ് ഓർ മൈനസ് 1 എക്സ് ഈക്വൽ ടു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കെ, ഫൈൻഡ് ദ സം ഓഫ് GP find the sum of GP 0.15 comma 0.015 comma 0.0015 etc. 20 times. സം കാണാനുള്ള ഇക്വേഷൻ എന്താ? ആദ്യം 6 കണ്ടുപിടിക്കുക, എന്നിട്ട് ലെസ് ദാൻ 1 ആണെങ്കിൽ ഒരു ഇക്വേഷൻ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഒരു ഇക്വേഷൻ. 6 കണ്ടുപിടിച്ചത് A into 1 minus R raised to n by 1 minus R അല്ലേടാ? ഞാൻ പറഞ്ഞു. R ലെസ് ദാൻ 1 ആണെങ്കിൽ ഫോർമുല എന്തായിരുന്നു? R is less than 1 here. So the formula is A into 1 minus R raised to n by 1 minus R. കിട്ടിയാ? സമ്മാനം കൊടുക്കണം. 20 ടൈംസ് ഉണ്ട് മൊത്തം. അപ്പൊ എന്നിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 20 കൊടുക്കാം. S20 is equal to 20 ടൈംസ് എഴുതിയിട്ടുണ്ടല്ലോ ഫസ്റ്റ്. സീറോ എടുത്തു കഴിഞ്ഞാൽ വാല്യൂ 0 ആയി പോലും മൊത്തം. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാണ്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മതി. എക്സ്പാൻഡ് ചെയ്യാണ്ടുള്ള വാല്യൂ എന്ന് പറ. 0.15 ഓ അത് നിങ്ങൾ അത് ചെയ്യണ്ട എടാ. ആ ലാസ്റ്റത്തെ വാല്യൂ ഇങ്ങ പറഞ്ഞാൽ മതി, മൊത്തം കണ്ടുപിടിക്കണ്ട. ഞാൻ പറയട്ടെ ഫൈനൽ ആൻസർ ഇതിനകത്ത് എഴുതിയേക്കണം. 0.15 by 0.9 into 1 minus 0.1 whole raised to 20. അതായത് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും?
ഇങ്ങനെ ഇട്ടാ മതിയടാ കേട്ടാ. 15 ഇൻറ്റു 1 മൈനസ് 6 1 മൈനസ് 0.1 1 മൈനസ് 0.1 എന്താ 0.9. ആ ഇത് നെഗറ്റീവ് കളഞ്ഞിട്ട് അപ്പൊ വാല്യൂ ഇത് വരുമെന്നോ. ആ പക്ഷെ ഒരു 1/6 ആണ് എഴുതിയേക്കണം. R/N ആറിന് മാത്രമേ ഉള്ളൂ എന്നെ. അപ്പൊ ഇത്ര ഇത് നിർത്താട്ടാ. ഏത് 20? അയ്യാ 20 അകത്താണ്. Okay, next question. Find the sum of GP x cube x raised to 5 x raised to 7 etc. in terms. Where x is not, ഒരു കണ്ടീഷൻ ഉണ്ട്, x is not equal to plus or minus 1. അപ്പൊ ആദ്യം 6 കണ്ടുപിടിക്കുക. പിന്നെ അവര് പറഞ്ഞിട്ടുണ്ട് 1 അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് സ്ക്വയർ ആണ്, പ്ലസ് ഓർ മൈനസ് 1 അല്ല എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഏത് ഇക്വേഷൻ ആയിരിക്കും? ആ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഫോർമുല a × 1 മൈനസ് r raised to n by 1 മൈനസ് ആറിലോട്ട്. എന്തോ തിരിച്ചല്ലേ, എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് റേസ്ഡ് ടു n ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ആറ് മനസ്സിലായില്ല. r raised to അല്ലടാ, ഇവിടെയല്ലേ നിങ്ങൾ ഇട്ട് കൊടുത്ത എക്സിന്റെ വാല്യൂ? ഇപ്പുറത്താ ഇവര് എഴുതിയേക്കണേ. ഇത് തെറ്റാണോ പണ്ടാൽ? എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാ പറഞ്ഞേക്കണം. പ്ലസ് ഓർ മൈനസ് 1 അല്ല എന്നാ പറഞ്ഞേക്കണം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ടെക്സ്റ്റില്? ആയില്ലെന്നോ? എന്തായില്ലെന്നോ? നമ്മൾ സാധാരണ ആറിന്റെ വാല്യൂ 1ന് താഴെയാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ലേ യൂസ് ചെയ്യാറുള്ളത്? അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറ്റും? തിരിഞ്ഞു പോകും. പക്ഷെ ഇവര് പറഞ്ഞേക്കണ 1 അല്ല മൈനസ് 1 അല്ല എന്നാ പറഞ്ഞേക്കണ. അപ്പൊ എന്തുകൊണ്ടാണ് അവര് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തത്?
അതായത് a ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ. ഈ ഇക്വേഷൻ അവർ യൂസ് ചെയ്തത്. ആറ് വണ്ണിനേക്കാളും താഴെയാണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. രണ്ട് സിറ്റുവേഷൻ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അങ്ങനെയും വരുമല്ല, തിരിച്ചും വരാമല്ല. അതായത് 0ക്കും 1നും ഇടയ്ക്കും വരാം, 1ന് മേലെയും വരാം. 1ഉം -1ഉം ആവാൻ പാടില്ല. തിരിച്ചു ആവാലാടാ. ഇനി ഇതില് പ്രിന്റിംഗ് മെസ്സേജ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. ഇതില് പ്ലസ് ഓർ മൈനസ് 1 തന്നെയുള്ള കൊടുത്തേക്കണം. എടാ ഫൈനൽ ആൻസർ എന്താ നോക്കിക്കേ നിങ്ങളുടെ ടെക്സ്റ്റില്. നോക്കിക്കേ ബാക്കിൽ ഈ ടെക്സ്റ്റ് ഉണ്ടാടാ. നീ ഉണ്ടല്ലേ ടെക്സ്റ്റ്? നീ കിട്ടിയ തന്നെയാണോ? ആണാടാ. നീ കിട്ടിയ തന്നെയാണോ? അതാ പറഞ്ഞ ഒരു മറ്റേ ഇക്വേഷൻ എടുത്തേക്കണം. സോറിടാ. ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോ ഒരു മിനിറ്റ്. ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്ത് അതെന്താന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാവേ. ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് തന്നെ ചെയ്ത് ഇത് ഈ ഇക്വേഷൻ ഇതിട്ടോ. ചെയ് ഈ ഇക്വേഷൻ ഇട്ട് തന്നെ ചെയ്. ഇതിന്റെ ഇതിലിട്ട് ചെയ്യാം. എടാ ഈ ഇക്വേഷൻ ഇട്ടിട്ട് ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാം. ഫൈനൽ ആൻസർ x ക്യൂബ് ഇൻറ്റു 1 മൈനസ് x റേസ് ടു 2n.
ടെക്സ്റ്റ് എന്നടാ. അടുത്തേക്ക് ഇവാലുവേറ്റ് നെക്സ്റ്റ്. എടാ മിണ്ടാട്ടിരുന്നേടാ. Evaluate sum of k equal to 1 to 11. K equal to 1 to summation is equal to 1 to 11. 2 plus 3 whole raised to k. അല്ല ഇത് ഇതിലെ തന്നെയുള്ള സിഗ്നേഷ് 11. എന്താടാ വിവേക് എന്താ പറയണ? അപ്പൊ ആദ്യം സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യാട്ടോ. 11 സമ്മേഷൻ ആദ്യം k ഈക്വൽ ടു 1 to 11 2 പ്ലസ് എന്താടാ 5 ആ മനസ്സിലായില്ല. എടാ പോടാ. സമ്മേഷൻ 1 to 11 ഉണ്ട് ഇത്. അപ്പൊ ആദ്യം നോക്കിയ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു k ഈക്വൽ ടു 1 to 11 3 raised to k. ഇവിടെ k ഇല്ലല്ലോ. ആ 3ക്ക് മാത്രമല്ലേ k ഉള്ളത്. ആ അതെ അതെ. ഇതിന്റെ അർത്ഥം എന്താ നോക്കിക്കേ. സമ്മേഷൻ k ഈക്വൽ ടു 1 to 11 എന്ന് പറഞ്ഞാൽ k 2 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 11 ടൈംസ് ആഡ് ചെയ്യണം 2. ഓക്കെ മനസ്സിലായത്? അതായത് സമ്മേഷൻ 1 ഈക്വൽ ടു 11 എന്ന് പറഞ്ഞാൽ 2 11 ടൈംസ് ആഡ് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു 2 plus 2 plus etc to 2 പ്ലസ്. ഇനി ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ഇതിനെങ്ങനെ ആഡ് ചെയ്യാം? 3 raised to 1 plus 3 square plus 3 raised to 3 plus etc to 3 raised to എവിടം വരെ എഴുതണം? 11 വരെ. ഇങ്ങനെ പവർ ഒന്നും ഇല്ലാത്തോണ്ടാ 2 മാത്രം 11 ടൈംസ് ആഡ് ചെയ്തത്. ആ ഇത്ര എഴുതിക്കേ വേഗം. അപ്പൊ ഇതിനെ നമുക്ക് 2 into 11 എഴുതാം. പ്ലസ് ഇതൊരു ജിപിയുടെ സമ്മാക്കി എടുക്കാട്ടാ. ഇതിപ്പോ ജിപി ആയില്ലേ? ആ ജിപിയുടെ സമ്മാക്കിട്ട് അതിന്റെ സമ്മ ഇവിടെ എഴുതാട്ടാ. ആ ആഡ് ചെയ്താ മതി. ഇതൊരു ജിപി അല്ലേ? ജിപിയുടെ ഫസ്റ്റ് ടൈം എന്താ 3. 6 കണ്ടുപിടിക്കണേ ആ ജിപിയുടെ. ആ 6 എന്താടാ അതിന്റെ? ആ 3 തന്നെ. അപ്പൊ ഫോർമുല എന്താ? 6 എന്ന് പറയുന്നത് 3. അപ്പൊ ഏത് ഫോർമുല ഉപയോഗിക്കണം? a into r raised to n minus 1 by r raised to n minus r minus 1. 2 11th ടൈം അല്ല കണ്ടുപിടിക്കേണ്ടത്, സമ്മ കണ്ടുപിടിക്കേണ്ടത്. നീ എന്തോ കണ്ടുപിടിച്ച് വെച്ചേക്കണം. എടാ ഇതിന്റെ മൊത്തം സമ്മേഷനാ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് 22 കിട്ടി. ഇതെന്താ? ഇത് നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. സമ്മേന്റെ ഇക്വേഷൻ എന്താ? a into r raised to n minus 1 by a into r raised to n minus 1 by r minus 1. അപ്പൊ 22 plus 3 സമ്മാട മണ്ടപ്പനെ കണ്ടുപിടിക്കണം. കിട്ടിയാ?
കഴിഞ്ഞാടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. വിവേകേ കണ്ടുപിടിച്ചാ കഥ പറയണൊക്കെ ഇരുന്ന് പിന്നെ കുറ്റമാണോ പറയണ? എന്ത് ഡൗട്ട്? വെറുതെ തള്ളി മറിക്കണം. നീ അതൊന്നല്ലല്ലോ ചോദിച്ചാ അവന്റെ അടുത്ത്. ഇതിന്റെ സം ഇതിപ്പോ ജി പി അല്ലേ ഫോം ചെയ്തേക്കണ? ജി പിയുടെ സമ്മാണല്ലോ ഇക്വേഷൻ ഇത്. a r raised to n minus 1 by r minus 1. അതിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടി. അയ്യാ ഇനി ഒരു 5 മിനിറ്റ് ബ്രേക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഹൗ മെനി ടേംസ് ഓഫ് ജി പി 3, 3 square, 3 cube, etc. are needed to give the sum. Are needed to give the sum 120. അപ്പോ എത്ര ടേമുകൾ കൂടിയാലാണ് ആ ജി പിയുടെ സമ്മ് 120 ആവണത്? അതാ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ എസ് എന്നിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്ക. എസ് എൻ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എസ് എന്നിൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷൻ വരുമെന്ന് അറിയണ്ടേ? അപ്പൊ ആറ് ആദ്യം കണ്ടുപിടിക്കും. ആറെന്താ? അപ്പൊ ഏത് ഇക്വേഷനാ? n equal to 4 ആ? ഇന്നടുത്തേക്ക് given a GP with അടുത്ത സ്നേഹ കൊടുക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതടാ. given a GP with a is equal to 729. a equal to 729 and seventh term is equal to 64. Seventh term is equal to 729. 64. Determine S7.
ആ തിരിച്ചാണോ തിരിച്ചാണോ ജസ്റ്റ് തിരിച്ചാണോ ഏ 64. സെവൻത്ത് ടേം ആണ് 64. അപ്പൊ നമുക്ക് അതിനെ AR⁻6 64. ചെയ്തോ, ഈ നമ്പറിന പവറാക്കി ചെയ്തോ. ബോർഡിൽ നോക്കടാ. Answer 2187 into 1 minus 2/3 ആ ഏകദേശം ആ ഉള്ളിലത്തെ ടേംസ് ഒക്കെ ഒന്ന് ഇതാക്കി നോക്കി. and 2187 into 1/3 whole is 2059.
കിട്ടിയ വിവേക്? നീ എന്താ കുത്തിപ്പിടിക്കണം? പിടിക്കണം തന്നെ ചെയ്യണം. കഴിഞ്ഞാ പേനാന്നേടാ. എടാ ലൈറ്റ് ഇട്ടേക്കണം. ഇന്നലെ ക്ലാസ് ഉണ്ടായില്ലേടാ എനിക്ക്? ഇന്നെത്ര ഡേറ്റ്? അല്ല അടുത്തൊരു 2 ദിവസം കൂടി കഴിഞ്ഞ് നിർത്താം. അടുത്ത ദിവസം ആയിരിക്കും ഇഫ് ദ 4th 10th and 6th term, if the 4th 10th and 16th term of GP കണ്ട ഞാൻ ഭംഗി are x, y, z. X, y, z. Prove that x and y and z are in GP. X, y, z are in GP. അപ്പൊ ജി പിയിലാണെങ്കിൽ എന്തായിരിക്കും? എക്സ് വൈ ബൈ എക്സും ഇസഡ് ബൈ വൈയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ അത് വെച്ച് ചെയ്തു. ഈക്വൽ ആണെന്നാണ്. ജി പിയിലായിരിക്കണം. ജി പിയിലാണെങ്കിൽ എന്താ? വൈ ബൈ എക്സും ഇസഡ് ബൈ വൈയും സെയിം ആയിരിക്കും. ചെയ്തവരെ കാണിച്ചേ. ഫോർത്ത് ടേമിന് എങ്ങനെ എഴുതാം? AR�3 which is equal to x. അതുപോലെ ഓരോന്ന് എഴുതിക്കേ. വേണ്ട കഴിഞ്ഞ ബുദ്ധിമാന്മാരാണോ നോക്കട്ടെ. എന്റെ കയ്യിൽ നിന്ന് എന്ത് പറ്റിയാടാ? എന്ത് പറ്റി? ഒടിഞ്ഞായി. എന്നിട്ട് സ്റ്റീൽ ഇട്ടേക്കണം. എടുത്ത് മാറ്റുമോ അപ്പൊ സ്റ്റീൽ ഇട്ടാ? അത് പിന്നെ സർജറി ചെയ്യണ്ടേ? അപ്പം എന്നിട്ട് ആ സ്റ്റീൽ ഊരി മാറ്റും. അപ്പൊ അതേപോലെ തന്നെ ബലം കിട്ടും. ഒരു ബുദ്ധിമാനം കഴിഞ്ഞ് അടുത്തവന്മാര് ചെയ്യോ നോക്കട്ടെ. എന്താണ്? എക്സ് വൈ ഇസഡ് ടേം ആണെങ്കിൽ വൈ ബൈ എക്സും ഇസഡ് ബൈ വൈയും സെയിം ആയിരിക്കണം. അത്രയും പറഞ്ഞു തന്നു. ഇനി എന്തൊട്ട് ഇനി പറഞ്ഞു തരണ്ട. നീ പറയണ്ട. നീ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ പറയണം. ഇതെന്താണ്? 2 ഇനി എന്ന് ചോദിക്കണ്ട ഞാനാണ്. ഇതെന്താണ് കാണിച്ചു വെച്ചേക്കണം? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ എന്തായിരിക്കും കാണിച്ചു വെച്ചേക്കണേന്ന്. ആറിന്റെ വാല്യൂ എന്താടാ? ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാനുണ്ട്. ചെയ്യും കറുത്ത പേന് നീല മൂടി. ജ്യോതിഷിന് കലങ്കിയില്ലെന്ന് തോന്നുന്നു.
ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് അതിന്റെ ഉള്ളിലുള്ളത്? എക്സ് കോമ വൈ കോമ ഇസെഡ് ടേം. എക്സ് എന്താ? AR⁻3. വൈ എന്താ? AR⁻9. അപ്പൊ y/x ആദ്യം കണ്ടുപിടിക്കും. ആ എയും എയും കട്ട് ചെയ്ത് പോകും. അതൊക്കെ ആദ്യം ചെയ്യും. ആ പിന്നെ ആറ് എത്ര ഉള്ളത് മോളില്? 10 - 4 എന്താടാ? R⁻10/R⁻4 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? മോളോട്ട് എടുക്കുമ്പോ R⁻10 - 4 അല്ലേ? അതായത് എന്താ? R⁻6. പിന്നെ അതുപോലെ Z/Y കണ്ടുപിടിച്ചേ. ജ്യോതിഷിന് ഇപ്പോഴും കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്താണ് ഇതിന് മാത്രം എഴുതാനുള്ളത്? ആരാ? ആ അതാണ് എന്റെ തലക്കിട്ട് രണ്ട് കൊടുക്കാൻ കിട്ടും. വളഞ്ഞ ബുദ്ധിയാണ് അവനെ. അതാ നേരിട്ട് പോയി ചോദിച്ചാൽ അവൻ പറയൂല, തിരിച്ചിട്ട് ചോദിച്ചാൽ അവൻ പറയും. ഇത് ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റുള്ള ഒന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് CBSE പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അവര് ഡയറക്റ്റ് ഒന്നും ചോദിക്കൂലല്ലോ. ഒരെണ്ണം കൂടി ചേർത്ത് നിർത്താം കേട്ടോ. ഒരെണ്ണം കൂടി ചേർത്ത് നിർത്താം. The sum of first 3 term of GP is 39/10. നമ്മൾ ചെയ്തായിരുന്നാടാ ഇത്? ഇല്ലല്ലേ? ഫസ്റ്റ് 3 ടേം ഓഫ് ഇത് നമ്മൾ ചെയ്തതാ. ഓർമ്മയില്ലല്ലേ? നീയൊക്കെ എങ്ങനെയായിരുന്നു ചെയ്യണേന്നുള്ള ആലോചിക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് n ടേം ഓഫ് ദ സീരീസ്. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ്. Find the sum of n term of the series. 0.4 plus 0.44 plus 0.444 plus etc. 0.44 etc. അതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ n ടൈംസിന്റെ. ഇത് അത്രേ ഉള്ളൂ. പോരെ? നമ്മൾ ചെയ്തിട്ടുണ്ടോ?